വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ചില ഇഷ്ടങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു 5 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഇഷ്ടപ്പെടുക കളിപ്പാട്ടങ്ങളായിരിക്കാം. പക്ഷെ ഒരു 10 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കളിപ്പാട്ടങ്ങളോട് ആ കുട്ടിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഒരു 15 വയസ്സ് ആവുമ്പോഴേക്കും കുട്ടിക്ക് വേറെ ചിലതിനോടായിരിക്കും താല്പര്യം. അതുപോലെ 20 വയസ്സ് കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളോടായിരിക്കും താല്പര്യം. പക്ഷെ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള താല്പര്യം അത് മുതിർന്നപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് താല്പര്യമുള്ളതാകാം. കുട്ടികളുടെ അതേ കൗതുകത്തോടും ജിജ്ഞാസയോടും കൂടി കണ്ടിരുന്ന ചില സംഗതികളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കടല് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷെ ഇപ്പോഴും നമ്മൾ കടൽ കാണാൻ പോയാൽ ആ കടൽ തിരകൾ കാണുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയാകാറുണ്ട്. ആ തിരമാലകൾ കണ്ട് നാം ആസ്വദിക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോട് കൂടിയിട്ട് നോക്കി കാണാറുണ്ട്. അതുപോലെ തന്നെ ആനയെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. ഉത്സവങ്ങളും മറ്റ് ചടങ്ങുകളൊക്കെ ആന കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ആന നമ്മുടെ മുന്നിൽ യാദൃച്ഛികമായി വന്നുപെട്ടാൽ തീർച്ചയായും നമ്മൾ കുറച്ച് സമയം നമ്മൾ അറിയാണ്ട് നോക്കി നിന്നു പോകും. ആന പട്ടോടിക്കുന്നതും അത് തുമ്പി കയ്യിലെടുത്ത് അത് കഴിക്കുന്നതും ഒക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി ഇപ്പോഴും നമ്മൾ നോക്കിക്കാണും. അതുപോലെ ഉള്ള ഒരു സംഗതിയാണ് മാജിക്. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് മാജിക് കണ്ടിട്ടുള്ളതാണ്. ആ കുട്ടിക്കാലത്ത് കണ്ട അതേ കൗതുകത്തോടും ജിജ്ഞാസയോടും താല്പര്യത്തോടും കൂടി ഇപ്പോഴും നമ്മൾ മാജിക് കാണുമ്പോൾ നോക്കി നിന്ന് പോകും. അപ്പോൾ നമ്മുടെ വിഷയം മാജിക്കാണ്. മാജിക്കിനെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു യുവാവ് മാജിക് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ വളരെ താല്പര്യത്തോടും ജിജ്ഞാസയോടും കുട്ടികളുടെ അതേ മനോഭാവത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ മാജിക് വീക്ഷിച്ചത്. ഒരു നിമിഷം പോലും എനിക്ക് കണ്ണെടുക്കാൻ സാധിച്ചില്ല. അവസാനം ആ പരിപാടി കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആ സുഹൃത്തിനെ പരിചയപ്പെട്ടു. പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. ഇന്നും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ഒരു മജീഷ്യൻ എന്നതിലുപരി എനിക്ക് ഉള്ളൊരു സ്നേഹവും ബഹുമാനവും തോന്നാൻ വേറൊരു സംഗതി കൂടിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാപ്പയും ഉമ്മയും 6 സഹോദരങ്ങളടക്കം ഒരു വലിയ കുടുംബമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 10ാം തരം വരെ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. തുടർ പഠനം അദ്ദേഹത്തിന് അസാധ്യമായിരുന്നു. കാരണം വീട്ടിലെ പ്രാരാബ്ദങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും കാരണം അദ്ദേഹം പഠനം തൽക്കാലം നിർത്തിവെച്ചു. അതിനുശേഷം അദ്ദേഹം ഗൾഫ് നാടുകളിൽ പോയി ജോലി അന്വേഷിച്ച് പല ജോലികളും ചെയ്ത് 15 വർഷത്തോളം ഗൾഫിൽ കഴിച്ചുകൂട്ടി. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്ന് അദ്ദേഹം ചെയ്തത്, സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തത് തന്റെ +1 +2 സാക്ഷരതാ മിഷന്റെ കീഴിലുള്ള അത് പൂർത്തിയാക്കുകയും അതിനുശേഷം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദം എടുക്കുകയും ഇപ്പോൾ അദ്ദേഹം LLB സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഗൾഫ് നാടുകളിൽ പോയി പല തൊഴിലുകൾ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നുള്ളത് ഒരു അഡ്വക്കേറ്റ് ആവുക എന്നുള്ളതാണ്. അതായത് പേരും പ്രശസ്തിയുമുള്ള വലിയൊരു അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം അദ്ദേഹം താലോലിച്ച് കൊണ്ടു നടന്നു. ഇപ്പോൾ അദ്ദേഹം LLB സ്റ്റുഡന്റ് ആണ്, 2nd ഇയറിന് പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിനു വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്യുകയും അത് സ്വായത്തമാക്കുവാൻ വേണ്ടി കഠിന പരിശ്രമം തന്നെ അദ്ദേഹം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് 46ാം വയസ്സിൽ അദ്ദേഹം LLB പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല. നമുക്കൊരു അംബിഷൻ ഉണ്ടെങ്കിൽ
അതിനുവേണ്ടി നമ്മൾ കഠിനമായി പ്രയത്നിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുമെന്ന് എൻ്റെ സുഹൃത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ മജീഷ്യനായ എൻ്റെ സുഹൃത്തായ LLB വിദ്യാർത്ഥിയായ ആ സുഹൃത്തിനെ പരിചയപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പ്ലീസ് ഫോളോ മീ. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് ചിറയച്ചുങ്കം ദേശത്ത് സിറാജുദ്ദീൻ ഫാത്തിമ ദമ്പതികളുടെ 6ാമത്തെ മകൻ. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ബാല്യകാലം. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം തുടർ പഠനം സാധ്യമാകാതെ ഗൾഫ് നാടുകളിൽ ജോലി അന്വേഷിച്ച് പോകുകയും അവിടെ 15ഓളം വർഷം പണിയെടുക്കുകയും നാട്ടിൽ തിരിച്ചെത്തി തൻ്റെ +1 +2 പൂർത്തിയാക്കുകയും അതിനുശേഷം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദം പൂർത്തിയാക്കുകയും ഇപ്പോൾ LLBക്ക് പഠിക്കുന്നു. അദ്ദേഹം നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. എൻ്റെ സുഹൃത്തായ നാസർ മുണ്ടോടൻ. മിസ്റ്റർ നാസർ മുണ്ടോടൻ, യു ആർ ഹാർട്ട്ലി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. മിസ്റ്റർ നാസർ, താങ്കൾ ആദ്യമായി തന്നെ എൻ്റെ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തിയാലും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നാസർ മുണ്ടോടൻ. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ചിറയൽചുങ്കം എന്ന് പറയുന്ന പ്രദേശത്താണ് താമസം. ഭാര്യയും 4 കുട്ടികളുമാണുള്ളത്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും രഞ്ജിത്ത് തന്നെ പറഞ്ഞു. പ്രൈമറി വിദ്യാഭ്യാസം ചിറയൽചുങ്കം GM UP സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മുക്കം മുസ്ലിം ഓർഫനേജിലായിരുന്നു പഠനം. SSLC കഴിഞ്ഞ് വൈകാതെ തന്നെ ഗൾഫിലേക്ക് പോയി. ഏകദേശം 15-16 വർഷത്തോളം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ഇപ്പോ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് 8 വർഷമാകാറായി. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡായിട്ട്. അപ്പൊ ഈ ചെറുപ്പത്തിലെ ഈ പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം എന്നൊക്കെ പറയുമ്പോൾ അത് കഴിയാത്ത രീതി. ഏതായാലും ഇപ്പൊ നാട്ടിൽ സെറ്റിൽഡായതിനു ശേഷം സാക്ഷരതാ മിഷന്റെ കീഴിൽ +1, +2 അതുപോലെ തന്നെ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ലിറ്ററേച്ചർ, ഇപ്പോ മലപ്പുറം MCT കോളേജിൽ LLB സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ നല്ലൊരു അഡ്വക്കേറ്റ് ആവുക എന്നുള്ളതായിരുന്നു ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹം. ഏതായാലും നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, നാട്ടുകാര്, ഇവരുടെയൊക്കെ ഒരു അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് അത് എപ്പോഴും കിട്ടുന്നുണ്ട്. ഏതായാലും ഈ ഒരു ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പിന്നെ നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 5-6 വർഷം മുന്നേ തൃശ്ശൂര് ഒരു മാജിക്കിന്റെ ഒരു പ്രോഗ്രാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പം ഈ ഒരു മാജിക് കഴിഞ്ഞതിന് ശേഷം ആണ് രഞ്ജിത്തും ഞാനും തമ്മിൽ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു ബന്ധം വളരെ നല്ല രീതിയിൽ അന്ന് കണ്ട ആ ഒരു ബന്ധം, അന്നുണ്ടായ ഒരു ബന്ധം ഇന്ന് വരെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു മിസ്റ്റർ നാസർ. താങ്കളെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. താങ്കൾ നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. ഇപ്പോൾ LLBക്ക് പഠിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. എന്റെ ചാനൽ പ്രേക്ഷകർ താങ്കളുടെ മാജിക് കാണാൻ വേണ്ടി അക്ഷമരായി നോക്കി നിൽക്കുകയാണ്. താങ്കളുടെ കുറച്ച് മാജിക് അവതരിപ്പിച്ചാലും.
താങ്ക് യു മിസ്റ്റർ നാസർ മുണ്ടോടൻ. താങ്കൾ എൻ്റെ ക്ഷണപ്രകാരം എൻ്റെ ചാനലിൽ വരികയും അതോടൊപ്പം തന്നെ താങ്കളെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തുകയും കുറച്ച് വിസ്മയകരമായ കുറച്ച് മാജിക്കുകൾ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. മാജിക് എന്ന കലയിൽ താങ്കൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നും അതോടൊപ്പം താങ്കളുടെ സ്വപ്നമായ അംബീഷനായ പേരും പ്രശസ്തിയുമുള്ള അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് ആകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു വെരി മച്ച്. താങ്കളുടെ ഈ ഒരു ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഒപ്പം 2-3 മാജിക്കുകൾ അവതരിപ്പിക്കാനുള്ള അവസരം തന്നതിന് അങ്ങേയറ്റത്തെ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഒപ്പം താങ്കളുടെ CRP ചാനൽസ് എന്ന ഈ ഒരു ചാനൽ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും എന്റെ കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.